എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഭവം എന്ന് പറയുന്നത് കുറച്ചധികം ഉണ്ട്, പക്ഷേ ഒന്നേ കാണിക്കുന്നുള്ളൂ. ഒരു പായസമാണ് കാണിക്കുന്നത്. വിഭവം അധികം ഉണ്ട് എന്ന് പറഞ്ഞത് വേറൊന്നുമല്ല, എൻ്റെ മോൻ്റെ പിറന്നാളാണ് ഇന്ന്. അപ്പോൾ അവന് ഈ സദ്യ ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് ഐറ്റംസ് ഉള്ള സദ്യയൊക്കെ വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഒരുപാടൊന്നും ഉണ്ടാക്കിയിട്ടില്ല, പിറന്നാൾ സദ്യയല്ലേ, ഒരു കുഞ്ഞ് സദ്യ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. പക്ഷെ അവന് ഏറ്റവും ഇഷ്ടം പാൽപ്പായസമാണ്. അത് ഇന്ന് എന്നോട് ചോദിച്ചു. ഒരിക്കൽ ഞാൻ അമ്പലപ്പുഴ പോയിട്ടുണ്ടായിരുന്നു, അമ്പലത്തിൽ. അന്നേരം പായസം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സ്വാദ് പറഞ്ഞറിയിക്കാൻ വയ്യാട്ടോ, അത്ര സ്വാദാണ് അമ്പലത്തിലെ ആ പായസത്തിന്. അന്നേരം അവനത് ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവൻ പറഞ്ഞത്, അമ്മ അതുപോലത്തെ പായസം ഉണ്ടാക്കുമോ എന്നാണ് ചോദിച്ചത്. പക്ഷെ നമ്മളത് വീട്ടിലുണ്ടാക്കുമ്പോൾ ആ ടേസ്റ്റൊന്നും വരില്ല കേട്ടോ. അത് അമ്പലപ്പുഴയിൽ തന്നെ പോകണം അങ്ങനെ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ. പക്ഷേ ട്രൈ ചെയ്യാം അങ്ങനെ ഒരു പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അത്രേ പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് അതുപോലെ ഉണ്ടാക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഇന്നൊരു പാൽപ്പായസം ഉണ്ടാക്കുന്നത് മോന് വേണ്ടിയിട്ട്, പിറന്നാൾ പായസം. അപ്പോൾ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ കുഞ്ഞു കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ, ഒരുപാടൊന്നുമില്ല. ഇവിടെ പായസം ഉണ്ടാക്കാനായിട്ട് ഞാൻ ഉണങ്ങലരിയാണ് എടുത്തിട്ടുള്ളത്. ഉണങ്ങലരി 1 കപ്പ് കഴുകി വെച്ചിരിക്കുകയാണ്. പിന്നെ വേണ്ടത് പഞ്ചസാര നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇടണം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 കിലോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരുപാടങ്ങ് കുത്തുന്ന മധുരമൊന്നും ആർക്കും വലിയ താല്പര്യമില്ല. അപ്പോൾ നോക്കിയിട്ട് തന്നെ ഇടുള്ളൂ. ഇത് മുഴുവൻ ഇട്ടെങ്കിൽ ഞാൻ പറയാം. പിന്നെ വേണ്ടത് പാല് 2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. പാല് ഞാൻ തിളപ്പിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഉള്ളത് 2 ലിറ്റർ വെള്ളവും. ഇത്രയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് മുമ്പായിട്ട്, പായസം എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ 1 ലിറ്റർ വെള്ളം വച്ചിട്ട് നന്നായിട്ട് തിളച്ചിട്ടാണ് പാലൊഴിക്കുക. പക്ഷേ ഒന്നിച്ച് പാലൊഴിച്ച് അങ്ങനെയല്ല പായസം ഉണ്ടാക്കുക. ഞാനിവിടെ അങ്ങനെയല്ല ഉണ്ടാക്കാറ്. പാലും വെള്ളവും നന്നായിട്ട് വറ്റി കുറുകി കുറച്ച് ടൈം എടുക്കും. പിന്നെ ഇപ്പോൾ കുറച്ചായതുകൊണ്ട് നമുക്ക് വേഗം ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു 1-1.5 മണിക്കൂറിനുള്ളിൽ ആവും എന്ന് വിചാരിക്കാം. പക്ഷെ ഒരുപാടൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു 5-6 മണിക്കൂറൊക്കെ വേണ്ടി വരും. നന്നായിട്ട് അതിനനുസരിച്ച് 2 ലിറ്റർ പാലാണെങ്കിൽ 2 ലിറ്റർ വെള്ളം തന്നെ ഒഴിക്കണം. ആ വെള്ളം അതിൽ കിടന്ന് വറ്റി പാല് കുറുകി പാലിൻ്റെ കളറേ മാറണം. അങ്ങനെയാണ് സാധാരണ പായസം ഉണ്ടാക്കാറ്. അപ്പം നമുക്ക് തുടങ്ങാം. ഈ വെള്ളം നന്നായിട്ട് തിളച്ചിട്ട് നമുക്ക് 1 ലിറ്റർ പാലൊഴിക്കാം. ഈ പാലും വെള്ളവും നന്നായിട്ട് തിളച്ച് ഒന്ന് വറ്റി വരുമ്പോഴാണ് നമ്മൾ അരി ഇടുക. അപ്പോൾ ആദ്യം അതൊന്ന് ആവട്ടെ കേട്ടോ, തിളയ്ക്കട്ടെ. ഇവിടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിതാ ഞാൻ പാലെടുത്ത് വെച്ചിട്ടുണ്ട്, 1 ലിറ്റർ പാല്. ഇതൊഴിച്ചു കൊടുക്കാം. ഇപ്പോൾ വെള്ളം 1 ലിറ്റർ ഒഴിച്ചു, പാലും 1 ലിറ്റർ ഒഴിച്ചു. ഇനി ഇത് ഒന്ന് കുറുകണം. എന്നിട്ട് വേണം നമ്മൾ അരി ഇടാൻ. അരി ഇടുന്നതിന് മുമ്പ് കുറച്ചും കൂടെ വെള്ളം ഒഴിക്കും. അതെത്രയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിവിടെ ഇരുന്നാവട്ടെ, കുറച്ച് ടൈം എടുക്കും. പായസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സമയമെടുത്ത് ചെയ്യുമ്പോഴേ പായസത്തിൻ്റെ സ്വാദ് വരുള്ളൂ. അല്ലാതെ ഇപ്പം എളുപ്പപ്പണി എല്ലാവരും ചെയ്യാറുണ്ട്, കുക്കറിലൊക്കെ വെച്ചിട്ട് ചെയ്യാറുണ്ട്. അതും സ്വാദാണ് നമ്മളെ പാലും പഞ്ചസാരയൊക്കെ വരുമ്പം. എന്നാൽ യഥാർത്ഥ ഒരു പായസം എന്ന് പറയുമ്പോൾ നന്നായിട്ട് കുറുകി വറ്റണം. ശരിക്കും ഇത് അടുപ്പിലാട്ടോ ചെയ്യുക. പിന്നെ ഈ കുഞ്ഞി പാത്രം കൊണ്ട് അടുപ്പിൽ വയ്ക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. പിന്നെ നമുക്ക് അത്ര പായസം ഉണ്ടാക്കുന്നില്ലല്ലോ. ഒരുപാടൊക്കെ ഉണ്ടാക്കുമ്പോൾ അടുപ്പിൽ തന്നെയാണ് നല്ലത്. ഇപ്പം നമ്മൾ നേരത്തെ വെള്ളവും പാലും കൂടെ വച്ചിരുന്നല്ലോ. ഇപ്പം ഏകദേശം കുറച്ച് വറ്റിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇനി അരി ഇടേണ്ട സമയമാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് 1 ലിറ്റർ വെള്ളവും കൂടെ ഒഴിക്കണം. ടോട്ടൽ 2 ലിറ്റർ വെള്ളവും 2 ലിറ്റർ പാലുമാണ്. അങ്ങനെ കുറുകി ഏതാണ്ട് ഒരു 1.5 ലിറ്റർ ആവും. അങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ എന്തായാലും നമുക്ക് 1 ലിറ്റർ വെള്ളം കൂടെ ഒഴിക്കാം. അരി വേവേണ്ടതാണ്. അപ്പോൾ ഇനി നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അരി കഴുകി വെച്ചിട്ടുണ്ടല്ലോ, അത്
ചേർക്കാം. ഇവിടെ നമ്മൾ ഒഴിച്ച വെള്ളവും തിളച്ചിട്ടുണ്ട്. ഇനി അരി ഇട്ട് കൊടുക്കാം. ഞാൻ ഒഴിച്ച വെള്ളം, ഇപ്പോൾ രണ്ടാമത് ഒഴിച്ച വെള്ളം ഉണ്ടല്ലോ, അത് തിളപ്പിച്ചാറിയ വെള്ളമാണേ, പച്ചവെള്ളമല്ല ഒഴിച്ചത്. അത് ശ്രദ്ധിക്കണം കേട്ടോ, പച്ചവെള്ളം ഒഴിക്കണ്ട. രണ്ടാമത് ഒഴിക്കുമ്പോൾ തിളപ്പിച്ചാറിയതോ അല്ലെങ്കിൽ തിളച്ച വെള്ളം ഒഴിക്കാം, കുഴപ്പമില്ല. നമുക്ക് അരി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അരി വേവട്ടെ അതിൽ കിടന്ന്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നെയ്യൊക്കെ ചേർക്കുന്നവരുണ്ട്, നമ്മളും ചേർക്കാറുണ്ട്, പാലടയിലൊക്കെ ചേർക്കാറുണ്ട് കേട്ടോ. പാൽപ്പായസത്തിൽ ഇപ്പം നമ്മൾ നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അല്ലേ, അതുകൊണ്ട് തന്നെ അടിക്ക് പിടിക്കാൻ സാധ്യത വളരെ കുറവാണ്. നേരെ മറിച്ച് ഈ പെട്ടെന്ന് അടിക്ക് പിടിക്കുമോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ കുറച്ച് നെയ്യൊക്കെ ചേർക്കുന്നത്. ഇന്ന് ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല, ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയാൽ മതി. പിന്നെ വേറെ ഇതെല്ലാം വറ്റി കഴിയുമ്പോൾ വേറെ തന്നെ ഒരു കളർ എന്തായാലും വരും, ഒരു ലൈറ്റ് റോസ് കളർ വരും. പിന്നെ പാൽപ്പായസത്തിൽ ഏലക്കയൊക്കെ ചേർക്കുന്നവരുണ്ട് കേട്ടോ, നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം, അണ്ടിപ്പരിപ്പൊക്കെ വറുത്ത്. പക്ഷേ ശരിക്കും പാൽപ്പായസത്തിൽ അതൊന്നും നമ്മൾ ചേർക്കാറില്ല. പാലും പഞ്ചസാരയും അരിയും ഇത്രയും ചേർക്കുമ്പോൾ തന്നെ, അതായത് പാല് കുറുകി വരുമ്പോൾ തന്നെ അതിൻ്റെ ടേസ്റ്റ് വന്നു കഴിഞ്ഞു. പിന്നെ എക്സ്ട്രാ ചേർക്കുന്നതെല്ലാം വെറുതെയാണ്, ഒരു അധിക സ്വാദാണ്. ഇത് തന്നെയാണ് ഏറ്റവും നല്ല സ്വാദ്. ഇപ്പോൾ ഇവിടെ അരി മുക്കാൽ വെന്തിട്ടുണ്ട്, കുറച്ചും കൂടെ ആവാനുണ്ട്. നമ്മൾ ഒഴിച്ച ആ ഒരു വെള്ളവും പാലും ഒക്കെ ഇത്തിരിയും കൂടെ കുറുകിയിട്ടുണ്ടേ. അപ്പം കുറച്ചും കൂടെ പാലൊഴിക്കണം. ഒരു 1/2 ലിറ്റർ പാലും കൂടെ നമുക്കൊഴിക്കാം. ഞാൻ അമ്പലപ്പുഴ അമ്പലത്തിൽ ഒരു തവണയേ പോയിട്ടുള്ളൂ കേട്ടോ, ആഗ്രഹിച്ച് പോയതാണ്. അപ്പോൾ എന്താ പറയുക, കാര്യമായിട്ട് അവിടുത്തെ പായസം കുടിക്കണം, പിന്നെ ഭഗവാനെ തൊഴണം, ഈ 2 കാര്യമായിരുന്നു. ഭഗവാനെയും തൊഴുതു, പായസവും കുടിച്ചു. ഒന്നും പറയാൻ വയ്യാട്ടോ, ആ ഒരു സ്വാദ് നല്ല സ്വാദാണ്. അപ്പോൾ അത് എൻ്റെ മോന് കൊടുത്തപ്പോൾ അവന് ഭയങ്കര ആഗ്രഹം അതുപോലെ ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ അതിനുള്ളൊരു ശ്രമം മാത്രമാണേ. ഇതൊരിക്കലും അമ്പലത്തിലെ ടേസ്റ്റൊന്നും വരില്ല, അതെനിക്കറിയാം. എന്നാലും അവന് ഈ പായസം, പാൽപ്പായസം, പാലട ഇതൊക്കെ വലിയ ഇഷ്ടമാണ്. അപ്പോൾ പിറന്നാളുകാരന് അവൻ്റെ ഇഷ്ടത്തിനാണല്ലോ ഉണ്ടാക്കി കൊടുക്കേണ്ടത്. ഇതാ വെള്ളവും ഒക്കെ ഒരു വിധം ഇതാ ഇവിടെ വറ്റിയിട്ടുണ്ട്, അതിൻ്റെ കളറൊക്കെ മാറി വരുന്നുണ്ടോ. അരിയും വെന്തിട്ടുണ്ട്. നമുക്ക് ഈ സമയത്താണ് പഞ്ചസാര ഇട്ട് കൊടുക്കേണ്ടത്. അരി വെന്തിട്ട് വേണം കേട്ടോ പഞ്ചസാര ഇടാൻ, അല്ലെങ്കിൽ വേഗം കല്ലിക്കും അരി. പിന്നെ പഞ്ചസാര ഇട്ടാൽ വേവത്തുമില്ല. നമുക്ക് പഞ്ചസാര ഇടാം. ഞാനിവിടെ 1/2 കിലോ പഞ്ചസാരയല്ലേ എടുത്ത് വെച്ചിരുന്നത്, പക്ഷെ അത് മുഴുവൻ ഇട്ടില്ല, ഒരു 400 ഗ്രാമോളം ഇട്ടിട്ടുണ്ട്. ബാക്കി നോക്കിയിട്ട് ഇടാം കേട്ടോ. ഒരുപാട് മധുരം, ഞാൻ പറഞ്ഞില്ല ഇവിടെ ആർക്കും അങ്ങനെ ഒരുപാട് മധുരമൊന്നും വേണ്ട. പിന്നെ നിങ്ങളുടെയൊക്കെ ഇഷ്ടമാണ്, ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ, ചിലർക്ക് നല്ലോണം മധുരം വേണ്ടി വരും. അപ്പോൾ എല്ലാം അതിനനുസരിച്ചിടാം. ഇവിടെ പായസം കുറുകിയിട്ടുണ്ട്, ഇതാ കണ്ടോ, നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. പിന്നെ ഈ ഉരുളിയിലിരുന്നും ഇതാവും കേട്ടോ. അപ്പം നമുക്കിത് ഓഫ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ആ പാലും വെള്ളവും എല്ലാം കുറുകി നല്ലൊരു റോസ് കളർ വന്നില്ലേ, ലൈറ്റ് കളറ്. ഇങ്ങനെയാണ് പായസം വേണ്ടത്. അപ്പം ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്, പിന്നെ തുളസി നല്ലതുമാണ്, ഒരു തുളസി വെച്ച് കൊടുക്കുക. തുളസി ആരോഗ്യത്തിന് നല്ലതുമാണല്ലോ. ആ തുളസിയുടെ സ്വാദൊക്കെ വരുമ്പോഴേ നമുക്ക് അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന ആ ഒരു പ്രതീതി ഉണ്ടാവും. അപ്പോൾ തുളസിയുടെ ആ ഒരു മണവും ആ ഒരു സ്വാദും ഒക്കെ ഇതിലിറങ്ങുമ്പോഴേ നമുക്ക് ആ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന ആ ഒരു പ്രതീതി ഉണ്ടല്ലോ, അത് തോന്നാൻ വേണ്ടിയാണ് കേട്ടോ ഞാനത് ഇട്ടത്. ഇനി നമുക്ക് സദ്യ വിളമ്പാം. ഏകദേശം ഉണ്ണാനായിട്ടുണ്ട്. ഞാൻ ഇലയൊക്കെ മുറിച്ച് കൊണ്ടുവച്ചിട്ടുണ്ട്, എല്ലാ വിഭവങ്ങളും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഗണപതിക്ക് വെച്ചിട്ട് തന്നെ തുടങ്ങാം. ഇവിടെ ഗണപതിക്ക് വച്ചിട്ടുണ്ട്. പണ്ടൊക്കെ നമ്മൾ പിറന്നാളിന് ഇങ്ങനെ, എൻ്റെ എല്ലാം കുട്ടിക്കാലത്ത് വെക്കാറുണ്ട് ഇതുപോലെ.
ഗണപതിക്ക് വെച്ചിട്ട് നമ്മൾ ഊണ് കഴിക്കുകയുള്ളൂ, നമ്മുടെ ഒരു വിശ്വാസം. അപ്പം ഇതാ പുളിശ്ശേരി, എരിശ്ശേരി, ഓലൻ, പയറുപ്പേരി, ഉപ്പിലിട്ടത്, പപ്പടം. ഇതെന്താണെന്നറിയോ? ഇതാണ് കുമ്പളങ്ങാത്തൊലി മെഴുക്കുവരട്ടി. കേട്ടിട്ടുണ്ടോ? ഇവിടെ പിഞ്ച് കുമ്പളങ്ങയൊക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ തോല് കൊണ്ട് മെഴുക്കുവരട്ടി ഉണ്ടാക്കും. നല്ല സ്വാദാണ്. ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് അങ്ങനത്തെ ഒരു മെഴുക്കുവരട്ടി അമ്മ ഉണ്ടാക്കിയതാണ്. അപ്പോൾ പിറന്നാൾ സദ്യ ഉണ്ണാനായിട്ട് മോനില്ല, അവന് സ്കൂളിൽ പോയിട്ടല്ലേ ഉള്ളത്, വൈകുന്നേരമേ വരുള്ളൂ. അപ്പോൾ എന്തായാലും ഗണപതിക്ക് വെച്ചു, ഇനി അമ്മയ്ക്ക് വിളമ്പാം. നമ്മൾ രണ്ടുപേരും കൂടെ ഉണ്ണാനിരിക്കാം എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് അമ്മണി ഇരിക്കും അല്ലേ അമ്മണി? എരിശ്ശേരി വിളമ്പാം. ഇവിടല്ലേ ഓലൻ, പയറുപ്പേരി, ഇത് നമ്മുടെ സ്പെഷ്യൽ മെഴുക്കുവരട്ടി, ചോറ്, പുളിശ്ശേരി, പപ്പടം. ഇനി നമ്മളും ഊണ് കഴിക്കാൻ പോവുകയാണ്. അമ്മയ്ക്ക് വിളമ്പി ഞാൻ പിറന്നാൾ സദ്യ ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. അതേപോലെ പായസം എടുക്കണം. അപ്പോൾ ഉരുളിയിലിരുന്ന് ഒന്ന് സെറ്റാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അന്നേരം എന്തായാലും നമ്മൾ ഊണ് കഴിക്കട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഒരു കുഞ്ഞു പിറന്നാൾ സദ്യ അത്രേ ഉദ്ദേശിച്ചുള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടെ മോൻ പറഞ്ഞ പോലെ ഒരു പായസം, ഏതെങ്കിലും ഒന്നല്ലേ കാണിക്കാൻ പറ്റുള്ളൂ, ഒന്നിച്ച് എടുക്കാൻ പറ്റില്ലാത്തതുകൊണ്ടാണ് പായസത്തിൻ്റെ കാണിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം. എൻ്റെ ഫേസ്ബുക്ക് പേജാണ് കാണുന്നതെങ്കിൽ നെയ്പായസം ബൈ ചിമ്മു എന്ന് പറയുന്ന പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്യണം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.